देवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरि ओम तत्सत्। भगवद्गीത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകം 14. പതിനഞ്ചില് 14 കിട്ടിയോ? പുരുഷോത്തമ യോഗം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാനസമായുക്താ പച്ചാമ്യന്നം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാനസമായുക്താ പശ്യാമ്യന്യം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാഃ പ്രാണാപാനസമായുക്താ പശ്യാമ്യന്നം 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 ചതുർവിധം. അഹം ഞാൻ വൈശ്വാനര ജഡരാജ്ഞിയായി ഭൂത്വ ഭവിച്ചിട്ട് പ്രാണിനാം പ്രാണികളുടെ ദേഹം ദേഹത്തെ ആശ്രിത ആശ്രയിച്ച് പ്രാണാപാനസമായുക്ത പ്രാണൻ അപാനൻ എന്നിവയോട് ചേർന്ന് ചതുർവിധം ചതുർവിധമായ അന്നം ഭക്ഷണപദാർത്ഥങ്ങളെ പചാമി ദഹിപ്പിക്കുന്നു.
വിവർത്തനം ഭാവാർത്ഥം ജയ ശില പ്രഭുപാദ്. ശില പ്രഭുപാദ് കി ജയ്. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഭാവാർത്ഥം. ആയുർവേദ ശാസ്ത്രപ്രകാരം ഭക്ഷിക്കുന്നതെന്തും ദഹിപ്പിച്ചു പോരുന്ന ഒരു അഗ്നി നമ്മുടെ ഉദരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ അഗ്നി എരിയുന്നില്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കുകയില്ല. ആ അഗ്നി എരിയുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശപ്പുണ്ടാവുകയുള്ളൂ. ഇത് വേണ്ടും വിധം പ്രവർത്തിക്കാതിരുന്നാൽ ചികിത്സ ആവശ്യമാണ്. എന്തായാലും പരമപുരുഷന്റെ പ്രതിനിധിയാണ് ഈ അഗ്നി. പരമപുരുഷൻ അഥവാ ബ്രഹ്മം ഉദരത്തിനുള്ളിൽ അഗ്നിരൂപിയായ എല്ലാത്തരം പക്ഷികളെയും ദഹിപ്പിക്കുന്നു എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തും പറയുന്നുണ്ട്. അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്തപുരുഷ ഏനേദം അന്നം വച്യതേ. ആഹാര വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കണമെന്നിരിക്കെ ഭക്ഷണ പ്രക്രിയയിൽ കൂടി ജീവാത്മാവിന് സ്വാതന്ത്ര്യമില്ല. ദഹനക്രിയയ്ക്ക് ഭഗവത് സഹായം ഇല്ലെങ്കിൽ ഭക്ഷിക്കാനാവില്ല. അതുകൊണ്ട് പരമപുരുഷൻ തന്നെ ഭക്ഷ്യങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണ കൊണ്ടാണ് നമുക്ക് ജീവിതം ആസ്വാദ്യമാകുന്നത്. ശബ്ദാഭിഭ്യോദ പ്രതിഷ്ഠാനാച്ച എന്ന വേദാന്ത സൂത്രം സ്ഥിരീകരിക്കുന്നു. ശബ്ദത്തിലും ശരീര ആന്തർഭാഗത്തും വായുവിലും ദഹനശക്തി രൂപത്തിൽ ഉദരത്തിലും ഭഗവാൻ വാണരുളുന്നു. ആഹാരദ്രവ്യങ്ങൾ 4 വിധമുണ്ട്. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കിക്കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ എന്നിങ്ങനെ. ഇവയെല്ലാം ദഹിപ്പിക്കുന്ന ദഹനശക്തിയാണ് ഭഗവാൻ. ഓം അജ്ഞാനതിമിരന്തസ്യ ജനാശലാഖയാ ചക്ഷുരുന്മീലനം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതി സ്വാമി നാമിനെ നമാചാര്യപതായ നതായ കൃപപതായ ഗൗരകരതാമതായ മാതൃഗ്രാമതായ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണി निर्विशेष शून्यवादी पाश्चात्य देशतारिणी. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. अहम वैश्वानरो भूत्वा प्राणिनां देहमाश्रिता प्राणापान समायुक्ता पश्याम्यन्नं चतुर्विधम्. ഹരേ കൃഷ്ണ. സത്യത്തിൽ നല്ലൊരു ശ്ലോകമാണ് എനിക്കിന്ന് കിട്ടിയത്. കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. എൻ്റെ തന്നെ അനുഭവമാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അത്രയും വാസ്തവമാണ്. നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഒരു വല്ലാതിരിക്കണ. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ഏതാണ്ട് ഇന്നലെയാണ് അത് ഏതാണ്ടൊക്കെ ക്ലിയറായി. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതിരിക്കുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ശ്ലോകമാണ് എന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു. എന്തൊരു സത്യമാണെന്ന് ഇത് വായിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മളിൽ പലർക്കും പലപ്പോഴായിട്ട് ഇതൊക്കെ അനുഭവവേദ്യമാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഓർമ്മ പോലും എൻ്റെ അടുത്തില്ല എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും ഞാനാണ് ക്ലാസ് എടുക്കേണ്ടത്. എനിക്ക് അയച്ചിരിക്കാൻ വയ്യാത്തതുകൊണ്ട്, ഒരു ആരോഗ്യമില്ലാത്തതുകൊണ്ട്, ഒന്നിനും ഒരു ശുഷ്കാന്തി ഇല്ല. ഇങ്ങനെ ചത്ത കോഴിയെ പോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് കോഴിയെ പോലെ തന്നെ ഇരുന്നതാണ്. അയച്ചൊക്കെ നടക്കുമെങ്കിലും ചിലരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ പലർക്കും അത് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഞാൻ നടന്നത്. കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനുഭവം പറഞ്ഞാൽ, പ്രഭു കഴിഞ്ഞ ആഴ്ച ആ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ആ ക്ലാസ്സിന് വേണ്ടി ഞാൻ ഇവിടുന്ന് കുംഭകോണത്തിലേക്ക് ഇവിടുന്ന് ഡൽഹിക്ക് പോകുമ്പോൾ ആദ്യത്തെ 3 ദിവസം ട്രെയിനിലാണ് പോയത്. ഈ 2 ദിവസം കുത്തിയിരുന്ന് നോട്ട് എഴുതിയതാണ് ആ ക്ലാസ്. ഞാനത് മറന്നുപോയി. നോക്കണേ, ഞാൻ ആ ക്ലാസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. പിന്നെയാണ് ഓർത്തത്. ബാഗിൽ കിടപ്പുണ്ട് നോട്ട് അല്ലേ. ഞാൻ കുത്തിയിരുന്ന് എഴുതി കുണുകുണായി എഴുതിയെല്ലാം നോട്ടൊക്കെ റെഡിയാക്കി വെച്ചതാണ്. കാര്യം തിരിച്ചു വരുമ്പോൾ സമയം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ബുധനാഴ്ച കണ്ട് വരുന്ന വ്യാഴാഴ്ച ക്ലാസ്സാണ്, അല്ല ചൊവ്വാഴ്ച കണ്ട് വരുന്ന ബുധനാഴ്ച ക്ലാസ്സാണ്. അതുകൊണ്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചത്. അതുപോലും മറന്നുപോയെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിതി എന്താണെന്നാൽ, ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് ആ സ്റ്റേജിലേക്ക് എത്തിപ്പോയി എൻ്റെ ശരീരം. ഒരു ഇച്ചിരി ദഹനക്രിയ ഇല്ലാതിരുന്നതാണ് സംഭവം.
അല്ലേ? ഞാൻ ജനിച്ചപ്പോൾ തൊട്ടതെല്ലാം ഇനി വെളിയിൽ വന്നു. അപ്പം കുടിച്ചപ്പോൾ തൊട്ട് കുടിച്ചതല്ല അറിയില്ലേ, മുലപ്പാൽ വരെ ഇനി തിരിച്ചു വന്നത്. അത് ഞാൻ ശരിക്കും അനുഭവിച്ചു. എൻ്റെ കൂടെ ഒരു പാവം പ്രഭു ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ മുതു തടവി തരാൻ ആളുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിന് ഇത് തന്നെയായിരുന്നു ജോലി. കൃഷ്ണ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് എൻ്റെ അനുഭവമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഇവിടെ 4 വിധത്തിലുള്ള ആഹാരങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണത്? കേട്ടില്ലേ? ചവച്ച് കഴിക്കാൻ പറ്റുന്നത്, പിന്നെ വലിച്ചൂറ്റി കുടിക്കാൻ പറ്റുന്നത്, പിന്നെ വിഴുങ്ങേണ്ടത്, പിന്നെ നക്കി കുടിക്കരുത്. അല്ലേ? അപ്പൊ വിചാരിക്കും നമ്മൾ പട്ടികളാണോ? അല്ലേ? അങ്ങനെ ഈ പായസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ നക്കുക, അല്ലേ? ഇല്ല, എൻ്റെ ഒരു നക്കി കുടിക്കുക, പിന്നെ വിഴുങ്ങുക, അല്ലേ? പിന്നെ ചവച്ച് കഴിക്കുക, പിന്നെ ഊറ്റി കുടിക്കുക. പാലും നമ്മൾ ജ്യൂസൊക്കെ എന്താ ചെയ്യുക? ഊറ്റിയാണ് കുടിക്കുന്നത്, അല്ലേ? കോഴിലൊക്കെ ഇട്ടിട്ട് നല്ല ഊറ്റി കുടിക്കും, അല്ലെ? അപ്പൊ ഈ തരത്തിലുള്ള 4 തരത്തിലുള്ള ആഹാരങ്ങളും ദഹിപ്പിക്കാനുള്ള അഗ്നിയാണ് എവിടെയുള്ളത്? നമ്മുടെ വയറ്റിനകത്ത്. ആ അഗ്നി അവിടെ ഇല്ലെങ്കിൽ എന്ന് പോലെ ആവും, അല്ലേ? ആ അഗ്നി ഇല്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവും. നമ്മളാകെ കുഴഞ്ഞല്ലേ? ഡോക്ടർക്ക് അറിയാം. ഡോക്ടർ തന്നെ ഒരുപാട് മരുന്നൊക്കെ എനിക്ക് തന്നു. അവസാനത്തെ മരുന്നിലാണ് പിടിച്ചത്, അല്ലേ? എന്തായിരുന്നാലും അതൊരു വലിയ അനുഭവമാണ്. ആർക്കും അത് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ 4 തരത്തിലുള്ള ആഹാര വസ്തുക്കളും ദഹിപ്പിക്കാനുള്ള അഗ്നിയാണ് ആര്? ഭഗവാൻ. ഭഗവാൻ എന്തെല്ലാമാണ് ജോലി നോക്കുന്നത്, അല്ലേ? നമുക്ക് ഈ ആഹാരം തരുന്നതാരാ? അതും ഭഗവാൻ തന്നെയാണ്, അല്ലേ? ഭഗവാൻ തരാത്ത, സൃഷ്ടിയില്ലാത്തത്, സൃഷ്ടിക്കാത്തത് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? അത് കഴിക്കാൻ പോലും ആരാ തരുന്നത്? ഭഗവാനെ വായിക്കാത്തതുകൊണ്ട് തരും, അല്ലേ? എന്ന് കഴിച്ചിട്ട് നമ്മൾ ഇതുമായിട്ട് കിടന്ന് ഉറങ്ങും. ബാക്കി ജോലിയൊക്കെ ആർക്കാ? ഭഗവാനാണ്, അല്ലേ? നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങുമ്പോ ആരാ അവിടെ ജോലിയാണ്? അല്ലേ? ഭഗവാന്റെ ശക്തിയായിട്ടുള്ള ആ അഗ്നിയാണ് നമ്മുടെ ഉള്ളില് അതെല്ലാം ദഹിപ്പിക്കാനുള്ള പരിപാടി. നോക്കണേ, ഒരു നിമിഷം പോലും അതാരവിടെ ചിരിക്കണേ? ഒരു നിമിഷം പോലും നമുക്ക് ഭഗവാനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നർത്ഥം. ഭഗവാന്റെ സഹായമില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇതൊക്കെ മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെയുള്ള ശ്ലോകങ്ങള് നമ്മളെ സഹായിക്കുന്നത്. 2 തരത്തിലുള്ള വായു ഉണ്ട് നമ്മുടെ ഉള്ളില്. എന്താ പ്രഭു? ഏതൊക്കെയാണ്? അപാനവായുവും പ്രാണവായു, അല്ലേ? അതില്ലെങ്കിലും പറ്റത്തില്ല. അപാനവും വേണം, പ്രാണവും വേണം, എങ്കിലേ നമുക്ക് ശ്വാസോച്ഛ്വാസം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിനകത്ത് ഒരുപാട് വായുക്കളുണ്ട്, അല്ലേ ഡോക്ടർ? അല്ലേ? അതിങ്ങനെ അതിങ്ങനെ പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ സാഗൂതം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പലതും പല വഴിയിൽ നിൽക്കും, അല്ലേ? ബ്ലോക്കായി നിൽക്കും. നോക്കണേ. അപ്പോ അതുകൊണ്ട് പിന്നെ ഉള്ളത് ഈ അഗ്നിയാണ്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഏതൊക്കെ തരത്തിലാണ് നമ്മളെ എല്ലാ ദിവസവും നാം പോലും അറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ശ്ലോകം ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെ? ഒരു നിമിഷം പോലും നമുക്ക് ഭഗവാൻ മാറ്റി നിർത്താൻ പറ്റില്ല എന്നാണ്. ഒരു നിമിഷം ഭഗവാൻ നമ്മളെ അടുത്തുനിന്ന് ദൂരോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാകും, അല്ലേ? 2 ആഴ്ച എന്താണെന്ന്, എവിടെ ഇരിക്കണം, എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഒരു ഓർമ്മയുണ്ടാകും. ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്, അല്ലെ? ചെറിയ ഒരു കാര്യം വ്യത്യാസം വന്നതാണ്. നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന ആഹാര സാധനങ്ങൾ എല്ലാം ദഹിപ്പിക്കുന്ന അഗ്നി അത് ഭഗവാനാണ്. നമ്മൾ പ്രസാദം ആസ്വദിക്കുന്നു, അല്ലെ? നമ്മൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ആസ്വദിച്ച് ചവച്ച്, അല്ലെ, അങ്ങോട്ട് ഇറക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നു, ഇതെങ്ങോട്ട് പോയി, ഇനി എവിടെയൊക്കെ പോയി എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ബാക്കി ജോലികളൊക്കെ ചെയ്യുന്ന ആരാ? ഭഗവാനാണ് അവിടെ ചെയ്യുന്നത്, അല്ലെ? നമ്മള് ഈ പ്രസാദമെല്ലാം ആസ്വദിക്കുന്നു, ചവയ്ക്കുന്നു, ഇറക്കുന്നു. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല, അല്ലെ? അതെങ്ങനെയാണ് ദഹിച്ചു കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിക്കാറില്ല. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആരും ആലോചിക്കാറില്ല. അതിനെക്കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധമാണ്. ആ ദഹന പ്രക്രിയയെ സഹായിക്കുന്നതാണ് ഈ അഗ്നി. ഭഗവാന്റെ ശക്തിയാണ് ഈ അഗ്നി. ഈ അഗ്നി അല്പം കുറഞ്ഞാൽ നമുക്ക് വിശക്കില്ല. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ അഗ്നി നന്നായി ജോലി ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം, അല്ലേ? ചില ആൾക്കാർ പറയില്ലേ, എനിക്ക് ഇത്രയും പ്രസാദമൊന്നും വേണ്ട, വയറ്റിനകത്തോട്ട് സ്ഥലമില്ല, അല്ലേ? എനിക്കാണെങ്കിൽ 2 ദിവസം കഴിക്കാൻ പ്രയാസമായിരുന്നു, പേടിയായിരുന്നു. ഇതിഞ്ഞങ്ങനെ ചെന്ന് ഔട്ടോട്ടൊക്കെ ഒന്ന് ഇനി അടുത്ത പരിപാടി എന്തോ ആയിരിക്കും എന്നുള്ളൊരു ഭയമായിരുന്നു. ദഹിച്ചു കിട്ടുമോ, അല്ലേ? അപ്പൊ പ്രഭു പറഞ്ഞു, ചോറും തൈരും ഒരുപാട് കഴിക്കും. അങ്ങനെയാണ് ചോറും തൈരും ഒരുപാട് കഴിച്ചു പോയി. അതിൽ കുറേയൊക്കെ പിടിപറ്റി. അതാണ് ഒരുവിധം രക്ഷിച്ചതെന്ന് തോന്നുന്നു.
അപ്പോ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, മനസ്സിന് വിഷമം വന്നാൽ നമുക്ക് വിശക്കില്ല. അതൊരു നല്ല സിംറ്റം അല്ല. അതിനെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്, അല്ലേ? അപ്പൊ നമുക്ക് വിശപ്പ് ഇല്ലായെങ്കിൽ ഈ അഗ്നിയോ ഈ പ്രാണവായു എന്തോ കുഴപ്പമുണ്ടെന്ന്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. എന്തോ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. ഒന്നുകിൽ അഗ്നി കെട്ടുപോയി കിടക്കും, അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്, അല്ലേ? നമുക്ക് മനസ്സിലൊക്കെ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴും നമുക്ക് ദഹനക്കേടുന്ന്, അല്ലെ? ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കത്തില്ല. കാര്യം എന്താണ്? ഈ അഗ്നി അണഞ്ഞു പോയെന്നാണ്. ഭഗവാൻ നമ്മെ എല്ലാ കാര്യത്തിലും സംരക്ഷിക്കുന്നു, നിലനിർത്തുന്നു, പരിചരിക്കുന്നു. ഭഗവത്ഗീതയും വേദാന്ത സൂത്രവും ഉപനിഷത്തും ഇത് സ്ഥിരീകരിക്കുന്നു. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഭഗവാൻ മുഴുകിയിരിക്കുന്നു, അല്ലെ? നമ്മൾ അല്പം പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. നമ്മൾ എത്ര നേരമാണ് ഒരു ദിവസം കണ്ണിമ വിട്ട്, അല്ലെ? നമ്മൾ എത്ര പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുക? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പതേ അകത്തോട്ട് എടുക്കുവാണ്, അല്ലെ? ഞാനിപ്പതേ താഴോട്ട് വിടുക എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് ചെയ്യുന്നുണ്ടോ? അതിങ്ങനെ സാകൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആരുടെ ശക്തിയാലാണ്, അല്ലെ? ഭഗവാന്റെ ആ ഒരു എലിമെന്റ് നമ്മുടെ ശരീരത്തിൽ എന്നാണോ ഇല്ലാതെ വന്നത്, ഇതെല്ലാം നിന്നു, അല്ലെ? നോക്കണേ, ഒരു നിമിഷം പോലും നമുക്ക് ഭഗവാൻ ഇല്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. ആ ഭഗവാന്റെ നാമം പറയുമ്പോഴാണ് ഓരോരുത്തർക്ക് എന്തെല്ലാം എക്സ്ക്യൂസ് ആണ്, അല്ലെ? എനിക്ക് രാവിലെ ട്രെയിനിൽ പിടിക്കണം, അല്ലെ? എനിക്ക് രാവിലെ ജോലിക്ക് പോകണം, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ജോലിയാണ്, ആ ഫയൽ എടുക്കണം, ഈ ഫയൽ എടുക്കണം, എനിക്ക് ഒരു സമയമില്ലെന്ന്, അല്ലെ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവർ 24 മണിക്കൂറും ജപിച്ചുകൊണ്ടിരുന്നിരിക്കും, അല്ലേ പ്രഭു? അതാണ് ഭഗവാൻ നമ്മെ എല്ലാ കാര്യത്തിലും സംരക്ഷിക്കുന്നു, നിലനിർത്തുന്നു, പരിചരിക്കുന്നു. ഭഗവത്ഗീതയും വേദാന്ത സൂത്രവും ഉപനിഷത്തും ഇത് സ്ഥിരീകരിക്കുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഭഗവാൻ മുഴുകിയിരിക്കുകയാണ് നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവാൻ ഓരോ ഗ്രഹത്തിലും ഉൾപ്പൂകി അവയെ ഭഗവാന്റെ ശക്തി കൊണ്ട് ഭ്രമണപരത്തിൽ നിർത്തുന്നു, അല്ലെ? പ്രഭു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഗലീലിയോ, അല്ലെ പ്രഭു? ഗലീലിയോ ആണോ ഐൻസ്റ്റീനാണ്? ഗലീലിയോ. ആ ഗലീലിയോ എന്താ ചെയ്തത്? ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു, അല്ലെ? ഐൻസ്റ്റീനും ഈശ്വര വിശ്വാസം. നമ്മൾ വിചാരിക്കും ശാസ്ത്രജ്ഞന്മാർ അവരാരും ഈശ്വരനെ വിശ്വസിക്കില്ല. ഈശ്വര വിശ്വാസമുള്ള ആൾക്കാരും ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. അതിൽ ഒന്നാണ് ഐൻസ്റ്റീനും ഗലീലിയും, അല്ലെ? അവരൊക്കെ വളരെയധികം ഈശ്വരനെ ഭജിച്ചിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അദ്ദേഹം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? വേറൊരു ശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വരുമ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ, ഒരു മോഡൽ, അല്ലെ? നമ്മുടെ എന്താ പറയാ, സോളാർ പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചു, അല്ലെ? അപ്പോ പ്രഭു പറഞ്ഞ അതേ കഥയാണ്. അപ്പോ ഈ സയന്റിസ്റ്റ് വന്നപ്പോ, കൊള്ളാലോ, നല്ല രസമുണ്ടല്ലേ, ഇത് ആരാ ഉണ്ടാക്കിയത്? അപ്പൊ ഈ ഗലീലിയോ പറഞ്ഞു, ഇതാരും ഉണ്ടാക്കിയത്, അത് ഓൾറെഡി പൊട്ടിമുളച്ച് അവിടെ വന്നതാണ്, അല്ലെ? ഞാൻ നോക്കുമ്പോഴേ അത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ വട്ടി പിടിച്ചതുപോലെ, അല്ലെ? അയാൾക്ക് അത് വിശ്വാസം വന്നില്ല. ആരും ഉണ്ടാക്കാതെ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു, അല്ലെ? അപ്പൊ ഗലീലിയോ പറഞ്ഞു, അപ്പൊ ഇതിന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് താങ്കൾക്ക് മനസ്സിലായി, അല്ലേ? തീർച്ചയായിട്ടും ആരെങ്കിലും വർക്ക് ചെയ്യാതെ ഇതിങ്ങനെ വരത്തില്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ, ആരെങ്കിലും ഇത് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മുകളിലോട്ട് നോക്കി അവിടുത്തെ ആ സോളാർ സിസ്റ്റം, അല്ലെ, അതാരാണ് ഉണ്ടാക്കിയത്? അതിന്റെ പുറകിലും ഒരു ക്രിയേറ്റർ ഉണ്ടാവില്ലേ? അപ്പോഴാണ് ഗലീലിയോയ്ക്ക് മനസ്സിലായത് ഇയാൾ നോക്കിയിട്ട് പാര വെച്ചതാണ്, അല്ലെ? ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടി ഒപ്പിച്ചത് ഇദ്ദേഹം മനഃപൂർവ്വമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴാണ്. അപ്പോഴാണ് ഈ സയൻസിന് ബുദ്ധി, ശരിയാണ്, അതിന്റെ പുറകിലും ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്. ആ ക്രിയേറ്ററിന്റെ ശക്തി കൊണ്ടാണ് അത് താഴോട്ട് നിലം പറിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെ? അവിടെ എന്തെങ്കിലും തൂണോ വല്ലതും ഉണ്ടോ ഇങ്ങനെ ചാരി വെക്കാനായിട്ട്? ഇല്ല, ഒരു സപ്പോർട്ടും ഇല്ലാതാണ് ആ പ്ലാനറ്ററി സിസ്റ്റം മുഴുവൻ അവിടെ നിൽക്കുന്നത്. അതാണ് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഗ്രഹത്തിലും ഉൾപ്പൂകി അവയെ ഭഗവാന്റെ ശക്തി കൊണ്ട് ഭ്രമണപരത്തിൽ നിർത്തുന്നു. ഭഗവാൻ തന്നെ ചന്ദ്രനായി വന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. അതേ ഭഗവാൻ തന്നെ നമ്മുടെ എല്ലാവരുടെയും വയറ്റിൽ അഗ്നിയായി വന്ന് നാം കഴിക്കുന്നതൊക്കെ ഗ്രഹിപ്പിക്കുന്നു, അല്ലെ? അപ്പൊ ഭഗവാൻ എന്തെല്ലാം ജോലിയാണെന്ന്, അല്ലെ? നമ്മൾ അവിടെ പോയി പറയുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു തരണ്ടേ, അല്ലെ? നാളെ മഴ പെയ്യിപ്പിക്കില്ലേ, എനിക്ക് രാവിലെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ മഴ പെയ്യിപ്പിക്കും, അല്ലെ? എനിക്ക് വാഴയൊക്കെ നട്ടിക്കണം, എനിക്ക് വെള്ളം കോരാൻ വയ്യെന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യും? മഴ നനയിപ്പിക്കും, അല്ലെ? മഴ പെയ്യിപ്പിക്കും. എന്തൊക്കെ പരിപാടിയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പോയി പറയുന്നത് കൃഷ്ണൻ ബലരാമനോട്. എല്ലാം സാധിച്ചു തരുന്നില്ലേ? അതൊക്കെ എക്സ്ട്രാ ജോലികൾ, ആവശ്യമുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അതിലുപരിയാണ് നമ്മൾ പോയി ചോദിക്കുന്നത്, അല്ലെ? അതും ഭഗവാൻ സാധിച്ചു തരുന്നു. അത്രയും കാരുണ്യവാനാണ്, കാരുണ്യമൂർത്തിയാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭഗവാൻ നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും, അല്ലെ? അതിൽ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എന്താ പ്രഭു?
ഹി ഓൾവേസ് ഗീവ്സ് ആൻഡ് ഫോർഗീവ്. അല്ലെ? നമ്മളാണെങ്കിലും വി ഓൾവേസ് ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ്. അല്ലെ? ഭഗവാന് നന്ദി പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറന്നു പോകും, ഫോർഗെറ്റ്. അത് എന്ത് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലേ? അത് അങ്ങനെ ആവാൻ പാടില്ലെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയും. ഒരിക്കൽ അസുര രാജാവായ ബലി ദേവലോകം കീഴടക്കി. ബ്രാഹ്മണരുടെ ഉപദേശങ്ങൾ എപ്പോഴും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശക്തിശാലിയായ രാജാവായി. അല്ലെ? ബലിയുടെ കഥ എല്ലാവർക്കും അറിയാം, അതാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ദേവലോകത്തുള്ള ദേവന്മാരൊക്കെ ഓടിപ്പോയി. എന്താ കാര്യം? എന്താണ് ഓടിപ്പോയത്? ഈ ബലിയെ പേടിച്ചിട്ട്. അല്ലെ? ബലി മഹാരാജാവ് അത്രയും ശക്തവാനായിരുന്നു. അദ്ദേഹം ഈ ലോകം മുഴുവൻ കീഴടക്കി. അവസാനമാണ് അദ്ദേഹം ദേവന്മാരെ ഇന്ദ്രനെ ഓടിച്ചിട്ട് ദേവലോകവും കീഴടക്കി. ദേവന്മാരൊക്കെ ഓടിപ്പോയി. എല്ലാ ദേവന്മാരും ബലിയുടെ നിയന്ത്രണത്തിലായി. അല്ലെ? അതിഥി കേട്ടിട്ടുണ്ടല്ലോ, ദിതിയും അതിഥിയും. അതിഥി ആദിത്യന്മാരുടെ അമ്മ. അവരെന്ത് ചെയ്തു? അവര് ഈ ദേവന്മാരുടെ അമ്മയാണ്. അല്ലെ? അവര് പോയിട്ട് ബൃഹസ്പതിയോട് എന്ത് പറഞ്ഞു? വളരെ കഷ്ടപ്പാടാണ് അല്ലെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, ഇന്ദ്രൻ ഒളിച്ചോടി എവിടെയാണെന്ന് പോലും അറിയില്ല, അവരെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ബൃഹസ്പതി എന്ത് പറഞ്ഞു? ബൃഹസ്പതി പറഞ്ഞു, നിങ്ങള് കുറച്ചു സമയം കൂടി ക്ഷമിക്കണം. കാരണം ഇപ്പോൾ ബലിയുടെ സമയം വളരെ നല്ലതാണ്. അല്ലെ? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, കുറെ എത്ര ദുഷ്ടനാണെങ്കിലും അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? അവരുടെ ശുക്രദശയാണ് അവരുടെ നല്ല സമയം. പക്ഷെ കുറെ കഴിയുമ്പോൾ തന്നെ നമുക്ക് പേപ്പറിൽ കാണാം, ഇയാളെ അറസ്റ്റ് ചെയ്തു, അല്ലെ, അയാൾ ജയിലിൽ ഇട്ടു, ജയിൽ ഇടിഞ്ഞാൽ ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ള നിലയിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അതാണ് അല്ലെ, അവരുടെ ശുക്രദശ അല്ലെങ്കിൽ നല്ല സമയത്ത് അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബൃഹസ്പതി എന്ത് പറഞ്ഞത്? ഇപ്പൊ നിങ്ങള് എന്താണ് യുദ്ധം ചെയ്യണ്ട, യുദ്ധം ചെയ്താലും നിങ്ങൾ ജയിക്കില്ല, അവരെ ജയിക്കുള്ളൂ. ആര് ജയിക്കുള്ളൂ മോളെ? ആരെ ജയിക്കുള്ളൂ? നീ തന്നെ ഇവിടെ തന്നെ. ആരെ ജയിക്കുള്ളൂ? ബലി മഹാരാജാവെ ജയിക്കുള്ളൂ. അമ്മയുടെ സഹായമാണോ? അല്ലേ? ഓക്കെ. കാരണം ഇപ്പോൾ ബലിയുടെ സമയം വളരെ നല്ലതാണ്. കുറച്ച് കഴിഞ്ഞാൽ സമയം മാറും. അപ്പോൾ ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി പാൽക്കടൽ കടയണം. കേട്ടിട്ടില്ലേ പാൽക്കടൽ കടഞ്ഞത്? അല്ലേ? പാൽക്കടൽ കടയണം. അതിൽ നിന്ന് അമൃത് വരും. അത് കുടിച്ച് നിങ്ങൾക്ക് മരണമില്ലാത്തവരാകും. അതെങ്ങനെ സാധിക്കും? നിങ്ങൾ പോയി അസുരന്മാരെ കൂടി കൂട്ടുപിടിക്കും. അവരോട് പറയുക, നമുക്ക് അമൃത് തുല്യമായി ഭാവിച്ചെടുക്കാം എന്ന് ആര് പറയും? അല്ലെ? സുരന്മാര് പറയും. അപ്പൊ ആരാണ് ഈ വഴി പറഞ്ഞു കൊടുത്തത്? ബൃഹസ്പതി പറഞ്ഞു കൊടുക്കണം. അല്ലെ? ഗുരു എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ തരുന്ന ആരാണ്? അവരുടെ ആത്മീയ ഗുരുവാണ്. ആ ആത്മീയ ഗുരുവാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? നിങ്ങൾ പോയി പാൽക്കടലിൽ പോയിട്ട് ആ കടല് കടയണം. കടയുമ്പോൾ എന്ത് കിട്ടും? അമൃത് കിട്ടും. അമൃത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ശക്തിയും കൂടും എന്നാണ് ആര് പറഞ്ഞു കൊടുത്തത്? ബൃഹസ്പതി പറഞ്ഞു. അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരത് പറഞ്ഞു, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തുള്ള രണ്ട് ശക്തിമാരാണ്. ആരൊക്കെയാണ്? സുരന്മാരും അസുരന്മാരും. അല്ലെ? ദേവന്മാരും അസുരന്മാരും. അപ്പൊ ഇവർ രണ്ടുപേരെയും കൂടെ കൂടിക്കഴിഞ്ഞാലേ ഇത് കടയാൻ പറ്റുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി? ബൃഹസ്പതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു വഴി പറഞ്ഞു കൊടുത്തത്. അല്ലെ? അപ്പോ എന്ത് ചെയ്തു? ഈ സുരന്മാർ അല്ലെങ്കിൽ ദേവന്മാർ പോയി അസുരന്മാരെ പറയാണ്, അല്ലെ, ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരു കാര്യം സാധിക്കാൻ പറ്റും. നമുക്ക് ഈ പാലാഴി കടഞ്ഞിട്ട് അതിൽ അമൃത് വരും. ബൃഹസ്പതി അങ്ങനെയാണ് പറഞ്ഞത്. ആ അമൃത് കുടിച്ചാൽ നമുക്ക് എല്ലാവർക്കും അമരത്വം ഉണ്ടാവും, നമുക്ക് ശക്തി കൂടും എന്നൊക്കെ, നമുക്കത് വീതിച്ചെടുക്കാമെന്നൊക്കെ ആര് പറഞ്ഞു? ദേവന്മാര് അസുരന്മാരോട് പറയണം. എന്നിട്ട് ദേവന്മാരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാം? ദേവന്മാരുടെ മനസ്സിൽ എന്താണ്? നമുക്ക് ഈ അമൃത് കിട്ടിയിട്ട് യവന്മാരെയൊക്കെ ഓടിച്ചടിക്കാം, അല്ലെ, അടിച്ചോടിക്കാം, എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഈ അമൃത് ആസ്വദിക്കാം. അങ്ങനെ ഇപ്പൊ അവർക്ക് അങ്ങനെ കൊടുത്ത് അവരെ സൂചിപ്പിക്കേണ്ടതോ? അസുരന്മാരെന്താ വിചാരിച്ചത്? നല്ല പ്ലാനാണല്ലോ, നല്ല പരിപാടി, നല്ല പദ്ധതി, അല്ലെ, വരട്ടെ, നമുക്ക് യവന്മാരെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് നമുക്ക് ഈ അമൃത് വാങ്ങിയിട്ട് സമയമാകുമ്പോഴത്തേന് അസുരന്മാരെ ഈ ദേവന്മാരെയൊക്കെ ഓടിച്ചിട്ട് നമുക്ക് ഇത് സ്വന്തമാക്കാന്ന് ആര് വിചാരിച്ചു? അസുരന്മാരും വിചാരിച്ചു. ഇപ്പോൾ ഉള്ള ആൾക്കാരും അങ്ങനെയല്ലേ? അല്ലേ? ഇപ്പോഴത്തെ സെയിം അന്നും ഉണ്ടായിരുന്നു. അല്ലെ? യവനെ അടിച്ച് തള്ളിയിട്ടിട്ട് എനിക്ക് ആ സ്ഥാനത്ത് കയറിയിരിക്കാമെന്നുള്ള ആഗ്രഹം, അല്ലെ? ആ ആസുര ചിന്ത അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാൻ പോകണം? നമ്മള് കടലിൽ പോയിട്ട്, ഏത് കടലിൽ? പാൽക്കടലിൽ പോയിട്ട് കടയാനായിട്ട് പോകണം. കടയാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണ്ടി, ഇല്ലെങ്കിലും കടയാൻ പറ്റുള്ളൂ. കടയാനായിട്ട് എന്ത് ചെയ്തവര് എന്ത് കൊണ്ടുവന്നു? ഏത് പർവ്വതം കൊണ്ടുവന്നു? മന്ദാര പർവ്വതം, അല്ലെ? മന്ദാര പർവ്വതം കൊണ്ടു. അവിടെ ചെന്ന് ഈ സുരന്മാരും അസുരന്മാരും കൂടെ മാക്സിമം അവരുടെ ശക്തി എല്ലാം, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തെ രണ്ട് ഭയങ്കര ശക്തികളാണ്. എന്തൊക്കെയാണ്? ആരൊക്കെയാണ്? ദേവന്മാരും അസുരന്മാരും. അതിന്റെ അപ്പുറത്ത് വേറൊരു ശക്തിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒത്തൊരുമിച്ചിട്ട് ആ മന്ദാര പർവ്വതത്തെ ഇളക്കാൻ നോക്കിയിട്ട്
നടന്നില്ല. അല്ലേ? അവർ മാക്സിമം നോക്കി അവരുടെ ശക്തി മുഴുവൻ പ്രയോഗിച്ചു. അസുരന്മാർക്ക് നല്ല ശക്തിയാണ്. അവരുടെ ആ ശക്തി മുഴുവൻ പ്രയോഗിച്ചിട്ടും എന്ത് കിട്ടിയില്ല? ആ മന്ദാര പർവ്വതത്തെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റി. അവസാനം ആര് വരേണ്ടി വന്നു? ശ്രീകൃഷ്ണ ഭഗവാൻ വരേണ്ടി വന്നു. അല്ലേ? അദ്ദേഹം വന്ന് ഇളക്കി ഇത് കൊണ്ടുവന്ന് പാൽക്കടലിൽ നടുക്കൊണ്ട് വെച്ചു. അല്ലേ? അത് കഴിഞ്ഞപ്പോ നോക്കുമ്പോ ഈ മന്ദാര പർവ്വതം ഇങ്ങനെ ആടുക. അല്ലേ? ആ ആടുമ്പോ ഭഗവാൻ വിചാരിച്ചു, ശരി ഞാൻ അവിടെ അതിന്റെ മുകളിൽ കയറിയിരിക്കാന്ന് പറഞ്ഞ് ഭഗവാൻ എന്തും കൂടി ചെയ്തു കൊടുത്തു. ആ മന്ദാര പർവ്വതത്തിന് മുകളിൽ കയറി. അപ്പൊ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അല്ലേ? ഇനി എന്ത് വേണം? റോപ്പ് വേണം, കയറ് വേണം. കയറിന് ആര് പിടിച്ചോണ്ട് വന്നു? വാസുകി. അല്ലേ? വാസുകി സർപ്പത്തിനെ കൊണ്ടുവന്നു. അല്ലേ? സർപ്പത്തിനെ കൊണ്ടുവന്നു. അതിനെ വലിഞ്ഞു കെട്ടിയപ്പോ അസുരന്മാരും സുരന്മാരും കൂടെ ആലോചിച്ചു. അല്ലേ? ഇതിന്റെ തലയിൽ ആര് പിടിക്കും? ഇത് കണ്ട പേടിയാവും. കുറേ തലകളൊക്കെ ഉണ്ട്. അല്ലേ? അതുകൊണ്ട് ദേവന്മാർക്ക് പേടിയായി. അങ്ങനെ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ സോപ്പിട്ടിട്ട് ആരെ തലയിൽ പിടിക്കാൻ പറഞ്ഞു? അസുരന്മാരെ തലയെ പിടിച്ചിട്ട് ഇവർ വാലി പിടിച്ച് വലിക്കണം. ആര്? ദേവന്മാർ. വലിച്ചാൽ പോലെ, ഇങ്ങനെ കറങ്ങിയ പോലെ വലിച്ചു നോക്കുമ്പോ ഒരാള് നമ്മളെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വലിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളെ വയറ് നേരത്തെ പറഞ്ഞ പോലെ, അല്ലെ? നമ്മളെ വയറ്റിലുള്ള ജഡാഗ്നിയൊക്കെ വെളിയിലോട്ട് വരും. എന്ത് തുപ്പി? തീ തുപ്പി. ആര്? വാസു. അല്ലേ? കുറെ അസുരന്മാർ അപ്പൊ തന്നെ ചത്തു വീണു. അല്ലേ? കുറെ കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ഇനിയിപ്പോ വേറൊരു സാധനം വരും ഇതിന്റെ വായിക്കാത്തുനിന്ന്, നിങ്ങൾ അതും കൂടെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. എന്ത് വന്നു? വിഷം വന്നു. അല്ലേ? ആ വിഷത്തിന് പിടിക്കാനായിട്ട് ആരെ റെഡിയാക്കി നിർത്താൻ പറഞ്ഞു? പരമശിവനെ. അല്ലേ? ഭഗവാൻ വേണമെങ്കിൽ അതൊക്കെ നിഷ്പ്രയാസം നടത്തി കളയും. പക്ഷെ അതിന്റെ ഒരു ഭക്തന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പരമശിവനെ അവിടെ റെഡിയാക്കി നിർത്തും. അല്ലേ? പരമശിവൻ അതോടെ അടുത്ത് വായിക്കാത്തിട്ടതും പാർവതി ഒന്ന് പിടിച്ചതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇതെന്ത് പറ്റി? അത് കണ്ടത്തിൽ തന്നെ നിന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് വന്നത്? നീലകണ്ഠൻ എന്ന് പേരും വന്നു. അതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോ ഈ കഴിഞ്ഞ സമയത്ത് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിന്ന് വന്നു. എന്തൊക്കെയാണ് വന്നത്? ഒരു കുതിര വന്നു, പിന്നെ ഒരു ആന വന്നു, ലക്ഷ്മി ദേവി വന്നു, അങ്ങനെ പല പല സാധനങ്ങൾ അതിനകത്ത് വന്നു. ഇതൊക്കെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് പോയി. അല്ലേ? അവസാനം എന്താ വന്നേ? അവസാനമാണ് ധന്വന്തരി മൂർത്തി എന്തുമായിട്ട് വന്നത്? അമൃതമായിട്ട് വന്നു. വലിയ കഥയാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അല്ലെ? അമൃതമായിട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും കൂടെ അടി തുടങ്ങി. ആരൊക്കെ? ദേവന്മാരും അസുരന്മാരും കൂടെ അടി തുടങ്ങി. അപ്പൊ ആര് വന്നു? വീണ്ടും ഭഗവാൻ. അല്ലെ? ഇതിനിടയിൽ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി. എന്താണ്? കൂർമാവതാരം. അല്ലെ? ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അടിയില് ഈ മന്ദാര പർവ്വതം കൂർമ്മത്തിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കൂർമാവതാരം വന്നു. മുകളിൽ ഭഗവാൻ ഓൾറെഡി ഉണ്ട്. അല്ലെ? ഇതെല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയാണ്. നോക്കണം. അപ്പൊ ഞാനിവിടെ പറയാൻ വന്നത്, അത് കഴിഞ്ഞിട്ട് ആര് വന്നു? കൂർമ്മ കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം വന്ന ആരാ? ധന്വന്തരി അമൃത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഈ അമൃതനെ രക്ഷിക്കാൻ വേണ്ടി, അമൃത് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും വരേണ്ടി വന്നു. ആരായിട്ട്? മോഹിനി അവതാരമായിട്ട്. അല്ലെ? മോഹിനി രൂപം. അതൊക്കെ കഥകളൊക്കെ നമുക്കറിയാം. മോഹിനി അവതാരമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ അസുരന്മാരെയൊക്കെ സോപ്പിട്ട്, അല്ലെ, അവരെ പിടിച്ചിരുത്തി ഇതെല്ലാം ആർക്ക് കൊടുത്തു? ദേവന്മാർക്ക് ഇത് സപ്ലൈ ചെയ്തു. അതിനിടയിൽ ഒരു അസുരൻ കയറി വന്നു. ആരാണെന്ന് അറിയാം? രാഹു. അല്ലെ? രാഹു എന്ന രാക്ഷസൻ കയറി വന്നിട്ട് ആരുടെ കയ്യിൽ? സൂര്യന്റെയും ചന്ദ്രന്റെയും നടുക്കിരിക്കുക. ആരുടെ? ദേവന്മാരായിട്ടുള്ള നിലയിലിരിക്കുക. പെട്ടെന്ന് ഇത് അവർക്ക് മനസ്സിലായി ഇത് ആരാണ് നടുക്കിയിരിക്കുന്നത്. അല്ലെ? ഭഗവാന്റെ, അല്ലെ, തത്വം ഉപയോഗിച്ച് അപ്പൊ തന്നെ തലയില്ലാതാക്കി. അല്ലെ? തല വെട്ടിക്കളഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിടെ വരെ എത്തി? വാസുകി തീ തുപ്പി. കുറെ അസുരന്മാർ മരിച്ചു, വിഷം ഛർദ്ദിച്ചു. അത് പരമശിവൻ തന്റെ കണ്ടത്തിൽ കൊണ്ടു. പലതും അങ്ങനെ വന്നു. കുതിര, ആന, ലക്ഷ്മി ദേവി, അതെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി. അവസാനം ധന്വന്തരി അമൃതമായി വന്നു. രണ്ടു കൂട്ടരും അമൃതിനു വേണ്ടി പരസ്പരം തർക്കിച്ചു. അങ്ങനെ അവിടെയും അവർ ഭഗവാൻ മോഹിനി രൂപത്തിൽ, മോഹിനി മൂർത്തിയുടെ രൂപത്തിൽ വന്നു അമൃത ദേവന്മാർക്ക് നൽകി. ഇവിടെ നാം കാണേണ്ടത്, ദേവന്മാരായാലും അസുരന്മാരായാലും മനുഷ്യരായാലും ആരായാലും അവരെയൊക്കെ സഹായത്തിനെത്തുന്നത് അവസാനം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമാണ്. അല്ലേ? വേറെ ആരെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതാണ് ഈ ഉദാഹരണം നമ്മൾ പറയാൻ കാര്യം. സഹായത്തിനെത്തുന്നത് അവസാനം സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത്, ഭഗവാൻ കൃഷ്ണന്റെ കടാക്ഷമില്ലാതെ, കരുണയില്ലാതെ ഈ ലോകത്ത് ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളത് അറിയുന്നുണ്ടോ?
അറിയുന്നില്ല. നമ്മൾ പോലും അറിയാതെയാണ് ഭഗവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്, അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ പരോപകാരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം, അല്ലെ? തന്നതൊക്കെ എന്തെങ്കിലും അതിലൊരു 1% നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഭഗവാൻ ഒരു ദിവസം തന്നിട്ടുണ്ട്, അല്ലെ? അതിലൊരു 2 മണിക്കൂർ ഭഗവാൻ തിരിച്ചു കൊടുത്തൂടെ? എങ്ങനെ? ഭഗവാന്റെ നാമം പറഞ്ഞിട്ടല്ലേ? നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 24 മണിക്കൂറും തിരിച്ചു വേണമെന്ന് പറഞ്ഞ ഭഗവാൻ ഇല്ല. ആകെ 2 മണിക്കൂർ, മാക്സിമം പോയ 2 മണിക്കൂർ എടുത്ത് നിങ്ങൾ അതിന്റെ നാമം ജപിച്ചിട്ട് നാമം പറഞ്ഞ് അത് മാത്രം മതി എന്നാണ് പറയുന്നത്. ഭഗവാൻ അതിൽ വളരെ സംതൃപ്തനാണ്, വളരെ തൃപ്തനാണ്, വളരെ സന്തോഷവാനാണ്. അപ്പോ നമുക്ക് വളരെ ഇത്രയും പെട്ടെന്ന് നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ചെയ്താൽ പോലെ വളരെ സംസാരമാണ്, അല്ലെ? ഒരു കാര്യത്തിൽ നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യവും ഭഗവാൻ അവിടെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് നമ്മളെ സഹായിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ പോലും അറിയുന്നത്. ഈ കണ്ണൊന്ന് ചിമ്മണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിക്കും, അല്ലെ? നമ്മൾ വിചാരിക്കും ഇല്ല നമ്മളാണ് ഇങ്ങനെ ആക്കിയത്. അല്ല, ഒരിക്കലും അല്ല. രാവിലെ ആയിട്ട് കണ്ണ് തുറക്കണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? മോളെ, ഭഗവാന്റെ അനുഗ്രഹം വേണം, എങ്കിലേ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. ആ കട്ടിലിൽ നയിച്ചത് നടക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? ഭഗവാന്റെ അനുഗ്രഹം. പൈപ്പ് തുറന്നിട്ട് പൈപ്പിൽ കാറ്റ് മാത്രം വരും ചിലപ്പോ, അല്ലെ? അപ്പൊ പകരം വെള്ളം വരണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, അല്ലെ? നമ്മൾ അവിടെ പോയി നമ്മൾ എന്താണ് കിച്ചണിൽ പോയി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വേണ്ടേ? അത് തരണം ആരാ? അതും ഭഗവാനാണ് തരും. പുട്ടുണ്ടാക്കണമെങ്കിൽ അരിപ്പൊടി ആര് തരും? അതും ഭഗവാൻ തരും, അല്ലെ? ഇതൊക്കെ തീ ആര് തരും? അതും ഭഗവാനാണ് തരും. അപ്പൊ നമുക്ക് ഒന്നും തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഭഗവാന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും സുഖിച്ച് വളരെ, അല്ലെ, സന്തോഷമായിട്ട് കഴിയുന്നു. ആ സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി തരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുറച്ച് സമയം ഭഗവാനെ കുറിച്ച് ഓർക്കുക, ഭഗവാനെ ചിന്തിക്കുക, ഭഗവാൻ എന്തെങ്കിലും തിരിച്ചുകൊണ്ട് കൊടുക്കുക, അല്ലെ? അത് ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ഏറ്റവും വലുത് അത് ഹരികൃഷ്ണ മഹാമന്ത്രമാണ്. ആ മന്ത്രം പറയുമ്പോൾ തന്നെ ഭഗവാന് എല്ലാവരോടും വളരെ സന്തോഷമായി, അല്ലെ? ആ ഭഗവാന്റെ കരുണ വീണ്ടും 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 നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ഹരികൃഷ്ണ മഹാമന്ത്രം മാത്രം പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർന്നു. ഹരേ കൃഷ്ണ. ആ, തീർച്ചയായിട്ടും. ആ, ഓ വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. താങ്ക് യു. അവിടെ പോയ മഹാരാജയെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം. ആ ബ്ലെസ്സിങ് നമുക്ക് ഇവിടെ കുറച്ച് തരിക. ഹരേ കൃഷ്ണ. ആ യെസ് അതെ, നമുക്ക് പോയി തൊടാം. തീർച്ചയായിട്ടും. ഞാൻ പോയിട്ടുണ്ട് പോകുന്നത്. അതെ താങ്കൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും. മുകളില് അതെ, ചരിഞ്ഞണ്ടിക്കാം. വെരി ഗുഡ്. താങ്ക് യു വെരി ഗുഡ്. കണ്ടോ, ഒരു ലീലയിൽ തന്നെ 5 അവതാരം ഭഗവാൻ എടുത്തു, അല്ലെ? മറിച്ച് അതും കൂടെ ആഡ് ചെയ്തത് 2 കൂടെ, അല്ലെ? നമ്മളത് പറയാത്ത 2 കൂടെ ഉണ്ട്. അജിതനും പിന്നെ സഹസ്രബാഹു, അല്ലെ? വെരി ഗുഡ്. താങ്ക് യു മാറി. അതെ, ഹരേ കൃഷ്ണ. അതെ, വെരി ഗുഡ്. താങ്ക് യു മാസ്. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ.
വേറൊരു കഥയാണ്, വലിയ കഥയാണ്. അതൊരു ദിവസം നമുക്ക് പറയാം. അതല്ല അത്, അതാണ്, അതല്ല, അത് വേറെ കഥയാണ്. ഇങ്ങനെയും കേട്ടിട്ടുണ്ട്. വേറൊരു രാക്ഷസന്റെ പേരിലാണ് അത് പറയുന്നത്. അങ്ങനെ പറയാം, എനിക്കറിയില്ല. Any other questions? ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓരോ കാര്യങ്ങളും ഭഗവാനാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് നാമം ജപിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇത്രയും നാൾ കേട്ടിട്ടും നമുക്ക് ജപിക്കാനായിട്ട് ശരിക്കും ജപിക്കാനായിട്ട് പറ്റാറ്? നമ്മുടെ ഉള്ളിൽ ഒരുപാട് കളങ്കമുണ്ട് പ്രഭു. ഒന്ന്. രണ്ട്, നമുക്ക് ഭഗവാനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല, പ്രേമമില്ല, എല്ലാം അഭിനയം അല്ലേ. നമ്മൾ എന്നാണോ ഈ അഭിനയം നിർത്തി കാര്യമായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നത്, സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അല്ലേ, നമ്മുടെ സ്വന്തം വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ സ്നേഹിക്കുന്ന പോലെ എന്നാണോ നമുക്ക് ആ റിലേഷൻ വരുന്നത്, തീർച്ചയായിട്ടും നമ്മൾ അന്ന് തൊട്ട് ഭഗവാനെ സ്മരിക്കുകയും ചെയ്യും, നാമം ജപിക്കുകയും ചെയ്യും, ഭഗവാനെ സേവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ അമ്മ കുഞ്ഞെന്തെങ്കിലും ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? അല്ല, കൊച്ചു കുഞ്ഞാണ്, അതിനെ അങ്ങോട്ട് ചേർന്ന് മാറാൻ പോലും പറ്റത്തില്ല, എടുത്താലേ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കുളിപ്പിക്കണമെങ്കിൽ അമ്മ തന്നെ കുളിപ്പിക്കും അല്ലേ, പൗഡർ ഇടണമെങ്കിൽ അമ്മ തന്നെ കുളിപ്പിക്കും. കാര്യം അമ്മയ്ക്ക് അറിയാം അതിന് എന്തൊക്കെയാണ് വേണം അല്ലേ. ഇപ്പോ കൊച്ചു മോളുണ്ട്, മഹാരാജ് എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുന്നത്, അത് അവിടെ ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്? അല്ലല്ലോ, അവർക്ക് എന്താണ് വേണ്ടത്, ഇപ്പോഴല്ലേ കുറച്ചുകൂടെ താഴെ, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞു, അവർക്ക് എന്താണ് അറിയേണ്ടത് അല്ലേ, വേണ്ടതെന്ന് അറിയാം. ആ രീതിയിലൊരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രേമം വരും, ആ സ്നേഹം വരും. മഹാരാജിയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ ഒരു നിമിഷം പോലും നോക്കി കാണാതിരിക്കാൻ പറ്റും. കാര്യം അതെന്താണ് ചെയ്യുന്നത്, അതെങ്ങോട്ട് ഓടുന്നു, ആ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്നുണ്ട് അല്ലെ. എപ്പോഴും ആ ഒരു താല്പര്യം ആ ഒരു മനസ്സിന്റെ എവിടെയോ ഉണ്ട്. അത് വെളിയിൽ എവിടെയെങ്കിലും ആരുടെയും കൂടെ പോയാൽ തന്നെ തിരിച്ചു വരുന്നത് വരെ ഒരു കേരളെടുപ്പാണ് അല്ലേ. എന്റെ കുഞ്ഞ് എത്തിയെങ്കിൽ മതിയായിരുന്നു അല്ലെ, ഇത് എത്ര താമസിക്കണേ. ഈ മനസ്സിൽ ഒത്തിരി കാര്യം എന്താണ്, ആ സ്നേഹം ആ പ്രേമം ഉള്ളിലുള്ളതുകൊണ്ട്. ആ പ്രേമം എന്നാണോ നമുക്ക് ഭഗവാനുമായിട്ട് ഉണ്ടാകുന്നത്, അന്ന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ പ്രശ്നങ്ങളും മാറും. പക്ഷെ നമുക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള ആ അഴുക്കായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള കർമ്മഫലങ്ങളായിരിക്കാം, ഇനിയും ജന്മങ്ങൾ കുറെ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫലം ഉണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഭഗവാനുമായിട്ട് അങ്ങനെ അടുക്കാൻ പറ്റും. എങ്ങനെയാണോ എന്നാണോ അങ്ങനെ അത്രയും ക്ലോസ് ആയിട്ട് ഭഗവാനെ കാണുന്നത്. നമുക്ക് ഭഗവാനെ കണ്ട കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്നാണ്, ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ രോമമൊക്കെ എഴിച്ചു നിൽക്കുന്നത് എന്നാണോ ഇല്ലേ. ചുമ്മാ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയ രോമം എഴിച്ചിരിക്കില്ല അല്ലേ. ഭഗവാനെ കണ്ട് നോക്കട്ടെ, നടക്കില്ല അല്ലേ. വേറെ എല്ലായിടത്തും ഇങ്ങനെ കണ്ണീന്ന് വെള്ളമൊക്കെ വരാൻ ഒന്ന് കുത്തി കറക്കാം അല്ലെ, കണ്ണീന്ന് വെള്ളം, അതൊക്കെ അങ്ങനെയൊക്കെ കണ്ണീന്ന് വെള്ളം വരും. പക്ഷെ എപ്പോഴാണോ ഭഗവാനെ കാണുമ്പോൾ, ഭഗവാന്റെ ആ മുഖം കാണുമ്പോൾ, ആ ഒരു മന്ദസ്മിതം കാണുമ്പോൾ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരുന്നത്, അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്പാർക്ക് വന്നിട്ടുണ്ട്. ആ സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ പ്രഭു പറയുന്നത് പോലെ രാവിലെ എണീറ്റ് നമ്മൾ ബാക്കി ഒന്നും ചെയ്യും. പിന്നെ നമ്മളെല്ലാവരും നാമാചാര്യന്മാരാണ് അല്ലേ. ഇത്രയും നാമം ജപിച്ചിട്ടേ ഞാൻ ജലപാനം പോലും കുടിക്കുള്ളൂ എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതല്ല എങ്കിൽ ആദ്യം നമ്മൾ തൂക്കുന്നത് ഈ മാലയുടെ ബാഗായിരിക്കും. കാര്യം വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലേ. ഇപ്പൊ ഒരു വിസിറ്റർ നമ്മൾ വീട്ടിലോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കൊണ്ട് എന്താ ചെയ്യണം, ഈ മാല എടുത്ത് അവിടെ സുരക്ഷിതമായിട്ട് തൂക്കി വയ്ക്കും. പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് ഭയങ്കര സംസാരമാണ്. അവരന്ന് പോയില്ലെങ്കിൽ നമ്മുടെ ജപം സ്വാഹ. പിന്നെ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും ആ മാലയെ കുറിച്ച് ഓർക്കണം. അവരെ ചീത്ത പറയും അല്ലേ, അവര് വന്ന് കയറി അവര് പോകത്തില്ല, അവര് വന്നത് കൊണ്ട് തന്നെ ജപം പോയെന്ന് പറയും അല്ലേ. നേരെ മറിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ ഉള്ളൊരു താല്പര്യം സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ആര് വന്നാലും കുറച്ചു നേരം സംസാരിച്ചിട്ട് പറയാം, എനിക്ക് ഒരു 10 മിനിറ്റ്. രാമാചാര്യ ഠാക്കൂർ അങ്ങനെയല്ലേ പറഞ്ഞു അല്ലെ, അദ്ദേഹം ഹരിദാസ് ഠാക്കൂർ അവരെന്താ പറഞ്ഞ അല്ലെ, ആ വേഷത്തുലി വന്നപ്പോഴും നീ ഒരു കാര്യം അവിടെ ഇരിക്കും, എന്റെ ജോലി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്, അത് ഞാൻ തീർക്കട്ടെ എന്ന് പറഞ്ഞു അല്ലെ. അത് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്ത് ഇതവിടെ നാമം ജപിച്ചോണ്ട്. ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എന്നാണോ മാറുന്നത്, വിശ്വത്തെ കണ്ടിട്ടുള്ള
അല്ലേ? ഉറക്കം വരാതിരിക്കാനാ? അത്ര ബോറിങ്ങാ? അല്ല, ഓക്കെ. അവിടെ അപ്പൊ ആ ഒരു താല്പര്യം നമുക്ക് എന്നാണോ തോന്നുന്നത് പ്രഭു, അന്ന് തീർച്ചയായിട്ടും നമ്മള് കുത്തിയിരുന്ന് ജീവിക്കും. ആ ഒരു സ്നേഹം വരണം. ഭഗവാന് എനിക്ക് മറ്റൊന്നും കൊടുക്കാനില്ല, എന്റെ ഈ ജപമാണ് ഞാൻ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്നത്, അതെനിക്ക് ആത്മാർത്ഥമായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇതൊന്നും സാധ്യമല്ലാത്തതല്ല. ഇതെല്ലാം തന്നെ ഈ കലിയുഗത്തിൽ സാധ്യമാണ്. അല്ലെ? എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ രാമാചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെ ഇതൊക്കെ സാധ്യമാണ്. ആ ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, അത് പ്രഭു എപ്പോഴും പറയുന്നത് പോലെ പ്രഭുപാദയുടെ ബുക്ക് ഇങ്ങനെ നിരന്തരം വായിക്കും. അല്ലെ? എത്ര വായിച്ചാലും നമുക്കത് മതിയാകും. വായിക്കും തോറും നമ്മുടെ ഉള്ള് ശുദ്ധമായിക്കൊണ്ടിരിക്കും. ഒന്നും മനസ്സിലായില്ലെങ്കിലും പ്രഭുപാദർ അതിനകത്തിരുന്ന് നമ്മളെ ആ ഒരു കരുണ നമുക്ക് തരും. അല്ലെ? പ്രഭുപാദരുടെ ബുക്ക് വായിക്കുമ്പോൾ പ്രഭുപാദർക്ക് നമ്മളോട് അത്രയും സ്നേഹം വരും, ഇഷ്ടം വരും, താല്പര്യം വരും, സന്തോഷം വരും. അതനുസരിച്ചിട്ട് നമ്മുടെ ഹൃദയവും ആ ഹൃദയത്തിനകത്തുള്ള അഴുക്കുകളൊക്കെ തേച്ചു മാറിക്കിട്ടും. നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ അഴുക്കുകളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ 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 വൃത്തിയാക്കി 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 മാത്രമേ നമുക്കൊരു ദിവസം അകത്തിരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റൂ. അല്ലേ? അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബന്ധം എന്താണ്, ഭഗവാനും ഞാനുമായിട്ട് എന്താ ചെയ്യേണ്ടത്. അല്ലേ? ഞാൻ ഇത്രയും കാലം ഞാൻ എന്താ ചെയ്തിരുന്നത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തായിരുന്നാലും ഇത്രയും കാലം ഞാൻ നഷ്ടപ്പെടുത്തി, ഇനി നഷ്ടപ്പെടുത്താൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഒരവസരം ഒരു ദിവസം എല്ലാവർക്കും, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു ദിവസം വരും. പക്ഷെ അത് എന്നാണ് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അല്ലേ? എനിക്ക് 1 വർഷം എടുക്കണോ, 10 ജന്മം എടുക്കണോ, എടുത്തോളൂ. അതിനുള്ള ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. തന്നില്ല, അടിച്ചേൽപ്പിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചു. അല്ലേ? ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല, എനിക്ക് ആഹാരം കിട്ടത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നീ അന്ന് പാഠശാലയിൽ പോയില്ലേ, നിനക്ക് അന്ന് ഒരു ആഹാരം ഒന്നും കിട്ടും. അല്ലേ? നമ്മൾ ഏതെങ്കിലും അമ്മമാരങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, ഇല്ല നീ പോയില്ലെങ്കിൽ കിടന്നുറങ്ങിക്കോ, ഞാൻ എടുത്ത വേണ്ടി അല്ലേ? അതാണ് ആ ഒരു സ്നേഹം എന്ന് വരുന്ന പ്രഭു അന്ന് നമുക്ക്. ഹരേ കൃഷ്ണ. I hope I answered. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ, സ്നേഹം വരുമ്പോൾ, ഇപ്പം ഒരു വ്യക്തി പ്രസ്ഥാനത്തിൽ വന്നു, പുതുതായിട്ട് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി, നാമജപത്തിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി, വിഗ്രഹം കേട്ട് നാമസങ്കീർത്തനത്തിൽ ഏർപ്പെട്ടു, അവിടെ സർവീസ് ഒക്കെ ചെയ്തു, അതിലും ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. അപ്പൊ അങ്ങനെ അവർക്കൊരു ഒരു ഇതുണ്ട്, ആ ഒരു നാമജപമൊക്കെ ആദ്യത്തെ 1 വർഷം 2 വർഷമൊക്കെ തുടർന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഫെമിലിയർ ആയി കഴിയുമ്പോൾ ആ നാമജപത്തിന്റെ രുചിയും വരത്തില്ല. പക്ഷെ ആ എല്ലാം ഫെമിലിയറും ആയി കഴിയും. പുതിയതായിട്ടൊന്നും കണ്ടെത്താനോ ആസ്വദിക്കാനോ ഇല്ല. എല്ലാം ഞാൻ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തു വരുമ്പോൾ രുചിയും വന്നിട്ട്, അപ്പൊ അവർ ഇനി തുടർന്ന് ചെയ്യണം, എങ്കിലേ അവർക്ക് ആ രുചി എത്തത്തുള്ളൂ. പക്ഷെ തുടർന്ന് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ആൾക്കാരെ പ്രസ്ഥാനം വിട്ടു പോകാറുണ്ട്. ഇതിന് വേറെ ഒന്നും ഇല്ല, അതിനകത്ത് ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, കൂടുതലൊന്നും എനിക്ക് അറിയാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ എന്താണ് അവരുടെ മനസ്സിലപ്പോ ആലോചിക്കുന്നത്, പോകണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. എന്താണ് പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യു ഷുഡ് നെവർ ലീവ് ഇസ്കോൺ. നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇസ്കോൺ ഒരിക്കലും വിട്ടിട്ട് പോകും. ആരെങ്കിലും ഇസ്കോൺ വിട്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരേതോ കുഴിക്കാത്ത കിടപ്പാണ്. അവർ വിചാരിക്കണം അവരമ്മ വലിയതായിരുന്നു. ഒരിക്കലും അല്ല. ഇസ്കോൺ വിട്ടു പോയവരാരും തന്നെ രക്ഷപ്പെട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? ആരും രക്ഷപ്പെട്ടില്ല. അവരൊക്കെ കുറേ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. പ്രഭുപാദ് 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെ? ശിഷ്യന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരെയൊക്കെ പ്രഭുപാദ് സ്വീകരിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? അവർക്ക് മറ്റു മാർഗമില്ല. അത്രയും കരുണാമയനായതുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു, ഭഗവാൻ സ്വീകരിച്ചു. പക്ഷേ പ്രഭു ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായിരുന്നു, അതായത് നമ്മളിപ്പോ ആദ്യമായിട്ടൊക്കെ വരുന്ന ഒരു നിയോഫൈറ്റ് ആയിട്ടുള്ള ഒരു ഭക്തനാണെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അതനുസരിച്ച് ശീലങ്ങളൊക്കെ തുടങ്ങും. അതായത് നമ്മളൊരു വൈഷ്ണവനെ കണ്ടാൽ ഉടനെ നമസ്കരിക്കും. അല്ലേ? നമ്മളിൽ തന്നെ ഇവിടെ ഇത്രയും പേര് ഇരിപ്പുണ്ട്. ഒരു വൈഷ്ണവനെ കണ്ടാൽ ആദ്യം നമസ്കരിക്കുന്ന എത്ര പേരുണ്ട്? അല്ലേ? ആദ്യമൊക്കെ നമ്മൾ നമസ്കരിക്കുമായിരുന്നു. പ്രഭു പറഞ്ഞ് വളരെ കറക്റ്റാണ്. അല്ലേ? ഇപ്പോ അതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരായിപ്പോയി. അല്ലേ? ഞാനിതിന് അവരെയൊക്കെ നമസ്കരിക്കണേ എന്നുള്ളൊരു ഭാവമായി. പക്ഷേ ഒരു ഭക്തൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഭക്തൻ തീർച്ചയായിട്ടും
ഭഗവാന്റെ ഒരു നാമമെങ്കിലും പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തന്മാരാണ്. അവരെ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ, അല്ലെ, അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഒരു പ്രാവശ്യം നമസ്കരിച്ചെന്ന് പറഞ്ഞ് നിർത്തേണ്ട ആവശ്യമില്ല. അത് തുടരണം. ആദ്യം ഒരു ദിവസം ആദ്യം കാണുമ്പോൾ, അല്ലെ, നമ്മൾ നമസ്കരിക്കണം. കാണുമ്പോൾ നമസ്കരിക്കണമെന്നല്ല, ആദ്യമായിട്ട് ഒരു ദിവസം നമ്മൾ എപ്പോൾ കണ്ടാലും നമ്മൾ നമസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹരേകൃഷ്ണൻ പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോഴൊന്നും ഹരേകൃഷ്ണൻ പറയേണ്ട ആവശ്യമില്ല. അതൊരു ശല്യമായി മാറും, അല്ലേ? അത് ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ആണ്. അത് ഒരെണ്ണം ചെയ്യാം. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ഈ ഭഗവത്ഗീത എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളൊരു അഹങ്കാരം നമുക്ക് എവിടുന്നോ കയറും, അല്ലേ? അപ്പോ എന്റെ ഒരു ശിക്ഷാഗുരു തന്നെയുണ്ട്. അദ്ദേഹം, ഞാൻ ആ കഥ പറയാം, അപ്പൊ നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. എന്നെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുവന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഹരി എന്ന് പറഞ്ഞിട്ട്, ഹരിലാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, MSc എൻ്റെ കൂടെ പഠിച്ചാണ്. ഞങ്ങള് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിച്ചിരുന്ന. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ മസ്കറ്റിൽ എത്തിയപ്പോ ഒരു ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോ ഈ പുള്ളിക്കാരൻ അവിടെ വന്നു. അപ്പൊ ഷാബു എന്താ ഇവിടെയാണോ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ, അപ്പൊ ഞാൻ ഗീതയെ പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇസ്കോണിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്, ആ കഥയാണ് ഞാൻ പറയുന്നത്. അവസാനം ഒരു ദിവസം പുള്ളിക്കാരൻ ഒരു ദിവസം ഞങ്ങളെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ എങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞിരിക്കുക, അല്ലേ? നമ്മൾ ഈ ഗൾഫിലോട്ടൊക്കെ ആദ്യമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരെയും പരിചയമില്ല, കുറച്ച് ആൾക്കാരൊക്കെ പരിചയമില്ല. ഞങ്ങൾക്ക് കഷ്ടകാലത്തിന് പരിചയമുള്ള എല്ലാം എന്താണ് ബാച്ചിലേഴ്സ് ആയി, കുടുംബക്കാരെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ 1-2 കുടുംബക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ എത്ര ദിവസം ശല്യപ്പെടുത്തും, അല്ലേ? എല്ലാ വെള്ളിയാഴ്ച ഇനി എങ്ങോട്ട് പോട്ടെന്നാണ് ആലോചിക്കുന്നത്. കാര്യം വേറെ ഒരു പരിപാടിയില്ല, വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒക്കെ വായി നോക്കാൻ ഇങ്ങനെ പോയി, അല്ലെ, ആരെങ്കിലും ഒക്കെ കണ്ട് ഹായ് പറഞ്ഞിട്ടൊക്കെ വരും, അല്ലെ? അന്ന് രാത്രിയൊക്കെ വരും. അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരൻ വിളിച്ചോണ്ട് ശരി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വൈഫും കൂടെ അങ്ങോട്ട് പോവാം. ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്വീകരണം വരും. ഞങ്ങളെ അകത്ത് ചെന്നു. ചെന്നപ്പോൾ അവർ 2-3 പേര് ഇരിപ്പുണ്ടാവും. ഞങ്ങളെ മാത്രമല്ല, വേറെ ആൾക്കാരെ വിളിച്ചു. നമുക്ക് ആ പ്രൈവസി കിട്ടത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എല്ലാവരും വിളിച്ചിരുത്തി ഇതുപോലെ ഫ്രണ്ടിലിരുന്ന് ഭഗവത്ഗീത എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. അയ്യേ, ഇതിനാണ് ഇയാൾ നമ്മൾ വിളിച്ചു വരുത്തിയതെന്ന് വിചാരിച്ചു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 3/4 മണിക്കൂർ അവിടെ കുത്തിയിരുന്നു, അല്ലെ? അത് കഴിഞ്ഞപ്പോ ഒരു നല്ല കാര്യം ഉണ്ടായി. അദ്ദേഹം കുറച്ച് പ്രസാദം തന്നു. അത് കുറച്ച് നല്ലതായിരുന്നു, അല്ലെ? ഇനി വീട്ടിൽ പോയി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഗീത ആലോചിച്ചുകൊണ്ടിരുന്നത് ഇനി വീട്ടിൽ പോയിട്ട് ഇഡലി ഉണ്ടാക്കണം, അവിടെ കുറച്ച് ഇപ്പോൾ അതൊക്കെ എടുത്ത് മതിയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് പ്രസാദം കൊണ്ടുവന്നത്. അത് കഴിച്ചപ്പോൾ ഒരുവിധ ആശ്വാസമായി, വന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ വെളിയിൽ ഇറങ്ങിയപ്പോ ഇനി മേലാൽ ഹരിലാലിന്റെ വീട്ടിലോട്ട് പോലെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി, അല്ലേ? ഇവൻ വിടുവോ? ഹരിലാലിന്റെ പിറ്റേന്ന് തൊട്ട് സാബു എങ്ങനെ ഉണ്ടായിരുന്നു, വൈഫ് എന്ത് പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ? വന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞിട്ട് പോയത്? ഇനി മേലാൽ അവിടെ പോലെന്ന് പറഞ്ഞിട്ട് വന്നത്, ഇല്ലേ? അവള് പ്രത്യേകം പറഞ്ഞു അങ്ങോട്ടേക്കാണെങ്കിൽ എന്നെ വിളിക്കരുത്. അടുത്ത ആഴ്ച എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അപ്പോ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഹരിലാലിന്റെ വൈഫിനെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അങ്ങ് നല്ല കൂട്ടായി. കാരണം അവിടെ ഗൾഫിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അതൊരു വലിയ ഒരു പോയിന്റാണ്. ഹരിലാൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരന്റെ പേരെന്തോ, ബിന്ദു അല്ലേ? ബിന്ദു ഗീതയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വരണം കേട്ടോ, നിങ്ങൾ നോക്കിയിരിക്കും, നിങ്ങൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷം എന്നൊക്കെ അവരും പറഞ്ഞു, വെറുതെ, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ വലിച്ച് നമ്മൾ കൊണ്ടുവരിക. ഞങ്ങള് ഇവരുടെ ശല്യം കാരണം വീണ്ടും അവിടെ പോയി. 2ാമത്തെ ആഴ്ചയും ഞങ്ങൾ അവിടെ തന്നെ പോയി. വേറെ ഒരു പരിപാടി വേറെ എവിടെയെങ്കിലും പോയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോയി. ഞങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിച്ചു. കൊള്ളാം സംഭവം, ഒരുവിധം ഒരു ചെറിയ ഒരു ക്ലിക്കായി. അതിന്റെ പിറ്റന്നോട്ട് ഇതേ പ്രോസസ് വിളിച്ചോണ്ടിരിക്കും. വൈകിട്ടായി കഴിഞ്ഞാൽ 5 മണി തൊട്ട് വിളിയാണ്. തീർച്ചയായിട്ടും വരണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും, ഞങ്ങൾ അവിടെ വന്ന് വിളിച്ചോണ്ടിരുന്നൊക്കെ പറയും. ശരി ഞങ്ങൾ വരാൻ പറ്റും. അങ്ങനെ 3ാമത്തെ ആഴ്ചയും പോയി. അത് പിന്നെ കണ്ടിന്യൂസ് ആയി. ഒരു ദിവസം പോലും നമ്മളെ വെറുതെ വിട്ടില്ല, വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇസ്കോണിലേക്ക് വരുന്നത്, ഇല്ലേ? അന്ന് ഇസ്കോണൊന്നും കേട്ടിട്ടില്ല. ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കഥകളൊക്കെ. അത് കഴിഞ്ഞിട്ട് അവന്റെ വൈഫിന്റെ ഒരു കീർത്തനമുണ്ട്, അതിന് വലിച്ചു നീട്ടും. ഞങ്ങൾ അത് വലിച്ചു നീട്ടും, അരേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട്, കാരണം ഈ കാസറ്റ് വലിയുന്ന പോലെ വലിയും. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കും അവിടെ പോയിട്ട്. അത് പറഞ്ഞിട്ടാണ് കളിയാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ പിറ്റേ ആഴ്ചയും ഞങ്ങൾ ഇതിന് വരും. കാസറ്റ് വലിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇസ്കോണിലേക്ക് വന്നത്. കുറെ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരന് കാനഡയ്ക്ക് ജോലി കിട്ടി. കാനഡയിലേക്ക് ഒരു ഫാമിലി ആയിട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, ഈ ട്രിവാൻഡ്രത്ത് അവിടെ ആയുർവേദ കോളേജിന്റെ തൊട്ട് പുറകിലാണ് അവരുടെ പുറകെ 1 ഏക്കറോളം
വസ്തു ഉണ്ടായിരുന്നു. അത് മുഴുവൻ വിറ്റിട്ട് ആ കാശും കൊണ്ട് കാനഡയിൽ പോയി സ്ഥലം മേടിച്ച് അവിടെ തന്നെ സെറ്റിലായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സ്വാഹ ഇനി ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ഒരു ബന്ധമില്ല, കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം ദോഹയിൽ നിന്നാണെന്ന് തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ദോഹയ്ക്ക് പോയി. ദോഹയിൽ നിന്ന് ഞങ്ങള് ഒരു ദിവസം വൃന്ദാവനത്തിൽ പോകുന്നു. വൃന്ദാവനത്തിൽ അവിടെ ഏറ്റവും വലിയൊരു അമ്പലത്തിന്റെ പേരെന്തോന്ന്, പ്രേം മന്ദിർ. ഞങ്ങൾ അവിടെ ചെന്നപ്പോ എന്താ, ആരൊക്കെ പോയിട്ടുണ്ട് പ്രേം മന്ദിർ? പ്രേം മന്ദിർ പോകണം, തീർച്ചയായിട്ടും പോകണം അല്ലെ. ഇസ്കോന്റെ അല്ല, എന്നാൽ പോലും അത് ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ തന്നെ. ആ പ്രേം മന്ദിറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രാസലീലോ അങ്ങനെയുള്ള ലീലകളെല്ലാം കാണാം. അതെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമാണ്. അവിടെ പോയിട്ടില്ല, കൊണ്ടുപോയി. വൃന്ദാവനത്തിലല്ലേ എപ്പോഴും പോണത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോ അവിടെ പോയിട്ട് വരാം. കാരണം അത് ഭയങ്കര, നമ്മളെ വേറെ ഒന്നും ഇല്ലെങ്കിലും വിഗ്രഹം അടി സൂപ്പർ സൂപ്പർ അമ്പലമാണ്. അമ്പലത്തിലെ വൃന്ദാവനത്തിലെ ഏറ്റവും വലിയ അമ്പലം അതാണ്. കുറെ ഏക്കറാണത്. അതിങ്ങനെ ലൈറ്റ്, ഇപ്പൊ വൈകിട്ട് ആയപ്പോൾ അതിന്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല അടിപൊളി തിളക്കം, നല്ല ലൈറ്റ് പോർഷൻ ആണ്. കുറെ കഴിഞ്ഞപ്പോ കാണാം എന്റെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ ഹരിലാൽ. ഞങ്ങൾ അന്തം വിട്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഹരിലാൽ മാത്രം, ഹരിലാൽ വൈഫ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല് കാനഡയിൽ പോയി, ഞങ്ങൾ ഇസ്കോണില് ആയിരുന്നു, അവിടുന്ന് ഇസ്കോൺ വിട്ടിട്ട് വേറൊരു ആളെ അന്വേഷിച്ചു പോയി അല്ലേ, തീർന്നു. അത് എന്തോ ഫ്ലോപ്പായി, ആകെ ജപവും ഇല്ല, ഒന്നുമില്ല അല്ലേ, ആകെ കുളമായി, ജോലി നഷ്ടം. വേറെ ഗുരുവിനെ സ്വീകരിച്ചു. ആ പ്രേം മന്ദിറിന്റെ ഗുരുവാണ് അല്ലേ. ഇസ്കോണിനെ കാണാൻ വലിയ എന്തോ ആണെന്ന് പറഞ്ഞ് അവിടെ പോയി ചാടി കിട്ടാണ് പുള്ളിപ്പെട്ട്. അവസാനം എന്തൊക്കെയോ എല്ലാം കുളമായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതാ ഈ കഥ, ആ കഥ എന്റെ കഥ പറയാനും ഈ കഥ പറയാനും അല്ല വന്നത്. പറഞ്ഞു വെച്ചാല് ഇസ്കോൺ വിട്ട് കഴിഞ്ഞാല് നമ്മുടെ കാര്യം പോക്കാണ്. നമ്മള് ഈ എന്താണ്, ഈ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് എടുത്തിട്ട് മീനെ പോലെ നമുക്ക് പിടച്ച മരിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നെവർ ലീവ് ഇസ്കോൺ. നിങ്ങൾ ജീവൻ ഇരിക്കുന്നിടത്തോളം കാലം ആരൊക്കെ എന്തൊക്കെ, ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സത്യമേത പ്രഭു നമ്മളെ കണ്ടിട്ട് ഒന്നും പറയത്തില്ല അല്ലേ, നമ്മുടെ ഹരകൃഷ്ണൻ പറഞ്ഞാലും പറയത്തില്ല അല്ലേ. അതുകൊണ്ട് ഓടിക്കളയരുത്. ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞാണ്, അവിടെ ഇരിക്കുന്ന തടിച്ച അയാളെടുത്ത് ഞാൻ ഹരകൃഷ്ണൻ മിണ്ടിയില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പോ. കഷ്ടം തന്നെ അല്ലേ. നമ്മൾ അവരെയൊക്കെ നോക്കിയിട്ടല്ലല്ലോ ഭഗവാന്റെ അടുത്ത് പോകുന്നത്. നമ്മൾ ആരെ കണ്ടിട്ടാണ് പോകുന്നത്? ഭഗവാനെ കണ്ടിട്ടാണ് പോകുന്നത്, ഭഗവാനെ സേവ് ചെയ്യാനാണ് പോകുന്നത്. വേറെ ആരെയും നമ്മൾ നോക്കരുത് അല്ലെ. ബാക്കി എല്ലാം മൃഗങ്ങളാണെന്ന് വിചാരിക്കാം. അവരെ നിന്നൊക്കെ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വിട്ടിട്ട് പോകുന്നത്. ഹരേന്ദ്രൻ പറഞ്ഞാൽ നോക്കി ചിരിച്ച പോലും ഇല്ല. അത് ശരിയല്ല അല്ലേ. എന്നാ പിന്നെ ഞാൻ ഈ സ്കൂളിലേക്ക് വന്നില്ല, അമ്പലത്തിലേക്ക് വരുന്നു, വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ് നമ്മൾ വിട്ടിട്ട് പോകുന്നത് പ്രഭു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അവിടെ കാണേണ്ടത് ഭഗവാനെ മാത്രമാണ്, വേറെ ആരും കാണേണ്ട ആവശ്യമില്ല. ആര് ചിരിച്ചാലും ഹരികൃഷ്ണൻ പറഞ്ഞില്ലേലും നോ പ്രോബ്ലം. നമുക്ക് ഭഗവാനുണ്ടല്ലോ, ഭഗവാൻ അവിടെ തന്നെയാണ്. ഭഗവാന്റെ ആ ചിരി അത് അതുപോലെ തന്നെയാണ് അല്ലേ. അത് എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. പിന്നെ വേറെ എന്താ വേണ്ടത് അല്ലേ. നമ്മള് എന്താണ്, നമ്മുടെ ധ്രുവ മഹാരാജനെ പോലെ ആവണം അല്ലേ. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റെന്താ വേണ്ടത്, ബാക്കി എല്ലാം കുപ്പിച്ചില്ലുകളാണെന്ന് നമുക്ക് സ്വയം തോന്നും അല്ലേ. ഭഗവാന്റെ ആ ആശീർവാദം, ആ കരുണ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ വേണ്ടതെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. വേറെ ആരുടെ മുഖം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ മുഖം മാത്രം കണ്ടാൽ നമ്മൾ അതിനു വേണ്ടിയായിരിക്കണം ഭഗവാന്റെ അടുത്ത് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, നെവർ ലീവ് ഇസ്കോൺ. ഒരു കാരണം വെച്ചാലും നമ്മൾ ഇസ്കോൺ വിട്ടിട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു പോലെ കണിശമായിട്ടും പോകാൻ പറ്റും. അത് പ്രഭു നമ്മളെ കൊണ്ടുപോയി. ഹരേ കൃഷ്ണ. ഇപ്പോഴോ ഇവിടെ വന്നിട്ട് ഞാൻ നമ്പറൊക്കെ വിളിച്ചിട്ടാ വന്നേ. 2-3 പ്രാവശ്യം ഞാൻ ഹരികൃഷ്ണനൊക്കെ അയച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവന്റെ മറുപടിയെ വന്നു. പിന്നെ ഞാൻ കിട്ടും. ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്റെ മൊബൈലിൽ ആ നമ്പർ ഉണ്ടോന്ന് ചോദിച്ചില്ല. ടൈം ഇസ് ഓവർ. എന്നാലും ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഇപ്പോ ഈ ഇസ്കോണിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് തിരിച്ച് കൊലകുണ്ടാട്ടിലേക്ക് ഈ ജന്മത്തിൽ പോകാൻ പറ്റില്ല വെച്ചാല്
തീർച്ചയായിട്ടും നമ്മൾ ഓരോ നാമം പറഞ്ഞതൊക്കെ നമ്മുടെ ക്രെഡിറ്റിലുണ്ട്. നമ്മൾ എന്തെല്ലാം സർവീസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ക്രെഡിറ്റിലുണ്ട്. ആ ക്രെഡിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് മറ്റൊരു ജന്മം കിട്ടുകയും നല്ലൊരു ജന്മം കിട്ടുകയും നല്ലൊരു വീട്ടിൽ ജനിക്കുകയും അല്ലെങ്കിൽ നല്ലൊരു ഭക്തന്റെ മകനായിട്ട് ജനിക്കാൻ സാധിക്കുകയും അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് ബാക്കി എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ തൊട്ട് തുടങ്ങാൻ പറ്റും. ചില കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ അതിഥിയെ പോലെ അല്ലെങ്കിൽ മക്കള് ഹരിപ്രിയം ലോകപ്രിയം പോലെയുള്ള പിള്ളേര് അവരൊക്കെ ഹരികൃഷ്ണ മഹാമന്ത്രം പറയുന്നത് കേട്ടിട്ടില്ല. അവരൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് കണ്ടിട്ടില്ല. ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കണം കേട്ടോ എന്നൊക്കെ ശ്രദ്ധയോടെ ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. അതുപോലെ തന്നെ ഈ ഭഗവത്ഗീത ശ്ലോകമൊക്കെ പച്ചവെള്ളം പോലെ പറയുന്നില്ല. അതൊക്കെ അങ്ങനെയുള്ള ആത്മാക്കളാണ്. ഏതോ ഒരു വീട്ടില് അത്രയും നല്ല രീതിയിൽ വന്നിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റി. അവരെവിടെയാണോ നിർത്തിയത് അവിടെയാണ് അവർ തുടങ്ങിയത് അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എത്രാമത്തെ വയസ്സിൽ 30-ാമത്തെ വയസ്സിലാണ് വന്നത് അല്ലേ 30 ആയില്ല, 30 കഴിഞ്ഞ ഓക്കെ 30 കഴിഞ്ഞപ്പോഴാണ് വന്നത്. അതുവരെ നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞത് അല്ലേ. അപ്പൊ പക്ഷെ അവർക്കൊക്കെ 5-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 3-ാമത്തെ വയസ്സിൽ തന്നെ അവർക്ക് ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എവിടെ നിർത്തി അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ 20 കൊല്ലം കൊണ്ട് ആർജിച്ചത് അവര് ജനിച്ചപ്പോൾ തൊട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. അതാണ് എന്റെ വ്യത്യാസം. അങ്ങനെ ഒരു ജന്മം കിട്ടും പ്രഭു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പോകാം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത് ഗീത ഗ്രന്ഥരാജ് की जय, श्रील प्रभुपाद की जय, गुरुदेव की जय.